ഈ വീഡിയോയിൽ ഞാൻ ഇന്ത്യയിലെ വേഴ്സ്റ്റ് ട്രെയിനില്, അതും ജനറൽ കമ്പാർട്ട്മെന്റിൽ 3 ദിവസമാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഇരിക്കും? പക്ഷെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോണത് ഒരു രാജ്യത്തെത്താൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച ഭൂമിയിലൊരു സ്വർഗരാജ്യം. Hi guys, welcome to Nepal. ശരിക്കും പറഞ്ഞ ഒരു യാത്ര മാത്രമല്ല, കുറെ അനുഭവങ്ങളുടെയും കുറെ അത്ഭുതങ്ങളുടെയും ഒരു കഥയാണ്. വെൽക്കം ടു മൈ ജേർണി ഫ്രം ഇന്ത്യസ് വേഴ്സ്റ്റ് ട്രെയിൻ, ദ ബ്യൂട്ടി ഓഫ് നേപ്പാൾ. ഇതൊക്കെ തുടങ്ങിയത് ബാഗ് പാക്കിംഗ് എന്നാണ്. തലേദിവസം ബാഗ് പാക്ക് ചെയ്ത് രാവിലെ പപ്പനോടും അമ്മേനോടും ഉച്ചേനോടും യാത്ര പറഞ്ഞങ്ങ് ഇറങ്ങി. എന്നിട്ട് ബസ് കയറി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനും കയറി. ഓൾസോ ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, എൻ്റെ കൂടെ 4 കോളേജ് ഫ്രണ്ട്സും ഉണ്ട്. അതുകൂടാണ്ട് വേറൊരുത്തൻ ട്രാവൽ ബൈ ചിത്രന്റെ അപരൻ. ഇവൻ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കണ്ടിട്ട് ഫ്ലൈറ്റ് പിടിച്ച് നേപ്പാളിൽ ഇറങ്ങി. അതേ പയ്യപ്പറയാ. സോ നിങ്ങൾ വിചാരിക്കേണ്ട എന്തിനാണ് ഞങ്ങൾ ജനറലി കയറി നേപ്പാൾ വരെ പോണേന്ന്. നമ്മുടെ ഈ ട്രിപ്പിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റ് ആയിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് പോയി വരാന്നാണ്. ലൈക്ക് ഒരു മലയുടെ മുകളിലൊക്കെ ടെന്റ് അടിച്ച് മാഗിയും ചായയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുക. സോ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വേഴ്സ്റ്റ് ട്രെയിൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞ എയർ ഹോസ്റ്റസ് ആണ്. എന്റെ പൊന്നോ, ഓരോ സ്റ്റേഷനിലും ഓരോ വെറൈറ്റി എയർ ഹോസ്റ്റസ് ആണ്. ഇവര് സ്കീം എന്താന്ന് പറയുക, ഇവർക്ക് 20 രൂപ എന്തായാലും കിട്ടിയിരിക്കണം. 20 രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഗില്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തോണ്ടയും പിടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ടൊരു വിറ്റുണ്ടായി. തോണ്ടലും പിടിക്കലൊക്കെ ഞങ്ങൾക്ക് പൊളിഞ്ഞു കയറാൻ തുടങ്ങി. ഓരോ സ്റ്റേഷനിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് തീരുമാനിച്ച് പൈസ കൊടുക്കാം. ഞങ്ങൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള എയർ ഹോസ്റ്റസ് ഒക്കെ 100 രൂപ എടുക്കണമെങ്കിൽ 20 രൂപ എടുത്തിട്ട് ബാക്കി 80 രൂപ കൊടുക്കും. അപ്പൊ ഞങ്ങളിത് കണ്ട്, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണ 100ന്റെ ഒറ്റ നോട്ടാണ്. ഭക്ഷണം കഴിക്കണോട്ടോ, 100 വെച്ചാണ് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ അടുത്തത് തൊടാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരെണ്ണം വന്നപ്പോ 100 കൊടുത്തിട്ട് 80 ബാക്കി ഇത് ഏതോന്ന് വെച്ചിട്ടാ. ഞാൻ നോക്കുമ്പോ ഈ പുള്ളിക്കാരത്തി അല്ലാട്ടാ, ഈ പുള്ളിക്കാരത്തി കൈ പോക്കല്ലോട്ട് ഇടുന്നുണ്ട്. ഞാൻ തിരിച്ച് ബാലൻസ് എടുക്കാൻ പോണെന്നാണ്. ഈ ഡാഡിയിലെ സ്ക്രീച്ചർ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോ അഴിച്ചിട്ടിട്ടൊരു പ്രദർശനം വരുന്നത്. പകച്ചു എന്റെ ബാല്യം. എന്നിട്ട് എന്ത് ചെയ്യാനാ, ബാക്കിയൊന്നും കിട്ടിയില്ല. അതൊക്കെ പോയി ചോദിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോ അങ്ങനെ നിന്നിട്ട് അടുത്ത ബോഗിലൂടെ ചാടിയൊക്കെ പോണു. ചാടി എന്നിട്ട് കാട്ടുന്നുണ്ട്. കുറച്ച് ഭയമാരെ കണ്ടിട്ട് സുഖിക്കണ്, അടിച്ചുണ്ടല്ല. ഓൾസോ ഗൈസ്, അടുത്ത 10 ദിവസത്തിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരാൾക്ക് ഞാൻ 1000 രൂപ കൊടുക്കും. ഇതെങ്ങനെയുണ്ട് ഇതിന്റെ പ്രൈസ് ഒക്കെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടിട്ട് കമന്റ് ബോക്സ് നോക്കുക. അപ്പൊ ഹായ് ഗൈസ്, ഇപ്പൊ ട്രെയിനിലാണ്. ഇപ്പൊ കയറിയിട്ട് കുറച്ച് മണിക്കൂർ. ഇപ്പൊ കേരളം കഴിഞ്ഞ് തമിഴ്നാട് കയറി. എനിക്ക് പുതിയൊരു കണക്ഷൻ കിട്ടി. ഒരു ബായ് ഞാൻ അയച്ചുതരാം. ഈ ഒരു ട്രിപ്പ് കാരണം ബായിമാരോടുള്ള ഒരു ചിന്താഗതി എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. എന്റെ മനസ്സിൽ ഈ ബായന്മാരെന്ന് പറയുമ്പോ ഇങ്ങനെ കുറച്ച് ബാഡ് അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ കിടക്കണത്. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ബായിമാർ വാസ് ദ ബെസ്റ്റ് ബായിമാർ. ഭയങ്കര കമ്പനി വേണ്ടി. കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോ തന്നെ അവർക്കൊരു ഇഷ്ടമാണ് നമ്മളോട്. ഇത് മലേഷ് ബായ്, 17 വയസ്സ്, കേരളത്തിൽ പണിയെടുക്കാൻ വന്നിട്ട് ഇപ്പൊ മടുത്തിട്ട് തിരിച്ച് നാട്ടിൽ പോവാണ്. ഈ ബായ് മുട്ടത്തൊരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യാണ്. ഇത് ഇർഫാൻ ബായ്. ഈ ബായ് തൃശ്ശൂർ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യണം. ഇനിയുണ്ട് കുറെ ബായിമാര്. ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഇവരാണ് കൂടുണ്ടായത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരുത്തൻ ഞങ്ങളുടെ സീറ്റിൽ ഇടിച്ചെറിയെന്ന് അവിടെ കിടന്നുറങ്ങി. എന്നിട്ട് ഇവനോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടും പോണില്ല. ലാസ്റ്റ് ഇവരൊക്കെ കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവനെ എഴുന്നേപ്പിച്ച് വിട്ടത്. പക്ഷെ ഇവൻ പണി പറ്റിച്ച്. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിരുന്നു. ബ്രെഡ് എടുക്കുക, പീനട്ട് ബട്ടർ തേക്കുക, റിപ്പീറ്റ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളും കഴിക്കും. പിന്നെ ട്രെയിനിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അണ്ടാ ബിരിയാണി. പക്ഷെ എന്റെ പൊന്നോ, വീഡിയോ കാണുമ്പോ തന്നെ എനിക്ക് എന്റെ മണോർമ്മ പോന്നി. ഫുഡ് മിനിമലിസ്റ്റിക് ആക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ബായമാര് 4 നേരം കഴിച്ചത് ഈ അണ്ടാ ബിരിയാണിയാണ്. അപ്പൊ ടോയ്ലറ്റിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫുഡ് മിനിമലിസ്റ്റിക് ആക്കിയത്. ഒരു സ്റ്റേഷൻ കഴിഞ്ഞ്
അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ഫൈനലി ഗോരഖ്പൂരെത്തിയിരിക്കുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആകാശമൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സൊക്കെ എവിടെ നിന്നൊക്കെ കയറണേന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ് ബസ് കാണിച്ചരാന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ചേട്ടൻ്റെ പുറകെ പോയി. ഉത്തർപ്രദേശ് വേറെ മൂട് സ്ഥലം. ഞാൻ വിചാരിച്ച പോലെ എല്ലാം ഉത്തർപ്രദേശ് ഞാൻ കാണിച്ചുതരാം. ഫുള്ള് കടകളും പള്ളിപ്പെരുന്നാളും ഉണ്ട്. ഉത്തർപ്രദേശ് ഗോരഖ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ ഇവിടുത്തെ ബസ് കയറി സൊനാലിക്കുള്ള. സൊനാലിയിൽ നിന്ന് കുറച്ച് നടന്നാലാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ, മനസ്സിലായ. അപ്പൊ ഇനി ബസ്സിലൊരു 4 മണിക്കൂർ. അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ നേപ്പാൾ ബോർഡർ. പക്ഷെ പുതിയൊരു കണക്ഷൻ കിട്ടി നമുക്ക് കാണിച്ചുതരാം. പുറകിലുള്ള സായിപ്പന്മാരെ നെതർലാൻഡിൽ നിന്ന് വന്നേക്കണേ. ഇവരും ഞങ്ങളോടൊപ്പം സൊണാലിയിലോട്ട് സെയിം ബസ്സിലെ തന്നെ ബോർഡർ വരെ ഉണ്ടാവും. നേപ്പാളിന്റെ ബോർഡർ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇന്ത്യ വിടുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ കഥാപാത്രം. ഈ ബായ് കാരണം മരണം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞാന്. ഈ പുള്ളി 24 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഇത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് ഈ പുള്ളിയാണ് ഇനി ഈ രാത്രി, അതും ഈ മഞ്ഞത്ത് ഇത്രയും ദൂരം വണ്ടി ഓടിക്കാൻ പോണത്. ബൈ ഉത്തർപ്രദേശൊക്കെ രാത്രി ആവുമ്പോഴേക്കും ഭയങ്കര മഞ്ഞ്. ഞാനാണെങ്കിൽ ഹുഡി എടുത്തില്ല. സോ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാസിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് ഈ ഹുഡി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഷോപ്പ് വരണത് നോർത്ത് പറവൂർ പെൻഡാ പ്ലാസയിലാണ്. ഇഷ്ടം പോലെ കളക്ഷനും പല പല സാധനങ്ങളും ഉണ്ട്. നല്ല വെറൈറ്റി ടീഷർട്സ് ഇവർ അഫോർഡബിൾ ആയ രീതിയിലാണ് കൊടുക്കുന്നത്. ഓൾസോ എൻ്റെ വീഡിയോ കണ്ടു വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഓഫറും കിട്ടും. ഇവരുടെ സ്റ്റോക്ക് ഒക്കെ അപ് ടു ഡേറ്റ് ആണ്. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തും ഇവരുടെ ഷോപ്പിൽ അപ്പം കിട്ടും. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് കാസിയോ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അങ്ങനെ അതും സംഭവിച്ചു. ഇവൻ കൊണ്ടേ വണ്ടി ഇടിച്ചു. ആ മിററൊക്കെ പൊട്ടിപ്പൊളിഞ്ഞുപോയി. എന്തോ ഭാഗത്തിന് ഞാൻ രക്ഷോട്ടെ ചില്ലുത്തി കയറാണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ബസ്സാണ്. ഇതിന്റെ കോലം നോക്കി. ഇത് വെച്ച് നോക്കിയാണ് നമ്മുടെ KSRTC ബസ്സൊക്കെ എന്തോരം ഭേദമാണ് അല്ലേ. മദാമേന്റെ ഒക്കെ കിളി പോയി എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട്. ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? നമ്മള് പോണ വഴിക്ക് ബസ് വെച്ച് 2 മലയാളികളെ പരിചയപ്പെട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പുള്ളി. ഹായ്, പേരെന്തായിരുന്നു? സൈമൺ. ചേട്ടൻ എന്തായിരുന്നു? ചേട്ടൻ എവിടെയായിരുന്നു? അങ്ങനെ ഫൈനലി ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങി. എന്റെ പൊന്നോ, വണ്ടർല റൈഡ് പോലെ എനിക്കിപ്പോ തോന്നണത്. ബസ്സിൽ കയറിയപ്പോ, ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ മണ്ണണ്ടപ്പോ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ സ്റ്റേ അടിക്കുന്ന സ്ഥലത്തോട്ടാണ് പോണേ. മദാമ്മമാരൊക്കെ എന്ത് കൂടാ. സ്റ്റേ അടിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ട്? ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള 50 മീറ്റർ. ഒന്ന് കുളിക്കണം, അതാണ് ഇപ്പൊ പ്രധാന ലക്ഷ്യം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്തു. മഞ്ഞ് കാരണം പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര തണുപ്പ്, മഞ്ഞ്, കനം മഞ്ഞ്. ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് ആകെ ഒരു ഫോട്ടോ കോപ്പിയും ആധാർ കാർഡ് മാത്രം മതി. ഞങ്ങളോട് അതുപോലും ചോദിച്ചില്ല. മലയാളിയാണോ? ഓക്കെ. ഇതാണ് സ്റ്റേ ചെയ്യാൻ പോണ റൂം. ഇവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്ത്. ഒരു റൂമിന് 450 രൂപ പറഞ്ഞ 500 എന്ന് പറഞ്ഞ് 450 ഇതാണ് ദീദി. ഇതാണ് നമ്മുടെ റൂം. സ്റ്റേ അടിക്കുന്ന റൂമിലത്തെ ഫുഡ് കാണിച്ചു തരാം. രാത്രിത്തെ ഫുഡ്. സവാള ഉണ്ട്, അച്ചാറ്, എന്താ പറയാ, ചീര, കോളിഫ്ലവർ, എന്താ പറയുക, ചാർലിയും വെച്ചിട്ടുണ്ട്. ലൈഫേ. നമ്മളിന്നലെ രാത്രി നേപ്പാൾ എത്തിയതാണ്. പക്ഷെ ഇന്നലെ രാത്രി ഒട്ടിക്കത്ത തണുപ്പ് കാരണം മഞ്ഞ് കാരണം ബോർഡറിൻ്റെ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഹോം സ്റ്റേ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. നല്ല മനുഷ്യർ നേപ്പാൾക്കാർ, നല്ല മനുഷ്യർ.
ആ പുറകെ കാണാണ് നേപ്പാളി ബോർഡർ. ഇപ്പൊ നേപ്പാൾ മണിയായിട്ട് നമ്മള് പൈസ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 15,000 രൂപയാണ് ഇപ്പൊ കൺവേർട്ട് ചെയ്തേക്കണേ. കാണിച്ച് കുറെ കാശായി. ഇപ്പൊ അത് 24,000. ഇവിടെ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 15,000 രൂപ, 24,000 രൂപയായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് രാവിലെ 8:30 ബസ് കയറണ്ടായിരുന്നത്. 8:30 ബസ് കയറിയിരുന്നെങ്കിൽ 750 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങള് ഇന്നലെ രാത്രി കിടന്നപ്പോൾ വൈകി. അപ്പോൾ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സെല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ 1,050 രൂപയ്ക്ക് ഈ വാൻ, ആ കിടക്കണ വാനിൽ പോകണം പൊക്കാറയിലോട്ട്. പൊക്കാറയിൽ നിന്നാണ് നമുക്ക്, പൊക്കാറാണ് മെയിൻ സിറ്റി. പല ബോർഡർ കയറി നേരെ പൊക്കാറയിൽ നിന്നാണ് മെയിൻ നമുക്ക് ട്രക്കിങ്ങിന്റെ എല്ലാ സ്ഥലങ്ങളോട്ട് പോകാൻ പറ്റുക. മാതാമ്മമാര് വീണ്ടും കാശ് അടിക്കാനുള്ള എല്ലാ വകുപ്പും നേപ്പാളികൾ നോക്കണ്ട്. മാതാമ്മമാരെ കണ്ടപ്പ ആ ബസർ ഈ ബസർ എന്നൊക്കെ പറഞ്ഞു. ഹായ്. ഇവര് ചിത്വാന പോണേ, നമ്മൾ പൊക്കാര. അയ്യോ പണി പാളിയാനിപ്പ. അവര് ഞാൻ നോക്കുമ്പോ റോഡിലെ മുട്ടൂത്തി നിന്നിട്ട് കുട്ടീന്ന് മണ്ണെടുത്ത് ഇങ്ങനെ കുരു തുറന്നു. നേപ്പാള് വിടണോണ്ടായിരിക്കും സ്നേഹം. ഇപ്പൊ നമ്മള് വണ്ടി കയറാൻ പോണു. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ബൈ ബൈ, താങ്ക് യു. നല്ല മനുഷ്യനായിരുന്നു പുള്ളി. വണ്ടി കയറി പൊക്കാരയിലോട്ടുള്ള വണ്ടിയാണ്. ഇനി 6 മണിക്കൂർ ഈ വണ്ടിയിലിരിക്കണം. 6 മണിക്കൂർ. വൈകിട്ട് 6:15 ആകുമ്പോ പൊക്കാരയിലെത്തും. പിന്നെ വണ്ടിയിലൊരു ഇരിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് നേപ്പാളിലെ കാവടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലൊരു മെയിൻ സിറ്റിയാണ് പൊക്കാറ. നമ്മുടെ ഇവിടുത്തെ ഫോർട്ട് കൊച്ചി കാർണിവല് ഒരു ലക്ഷറി വേല് നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ പൊക്കാറ. ഈ മല കണ്ട ആരോ ഒന്ന് ആകാശത്ത് നിന്ന് കടിച്ചോണ്ട് പോയില്ലേ. പിന്നെ നേപ്പാളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് ഒരു 6:30 ഫീലാണ്. പെട്ടെന്ന് ഇരുട്ടാവും. അങ്ങനെ പൊക്കാരയിലെത്തി. 6 മണിക്കൂറാണ് ആ വണ്ടിയിലിടുന്നത്. 6 മണിക്കൂർ വണ്ടിയിലിരുന്നിട്ടേ ഇല്ലാണ്ടായി പോയി. നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് ഹോട്ടലിലൊരു കത്തുണ്ട് എൻ്റെ മാത്രമല്ല എല്ലാവരും. റൂം ഇപ്പോൾ എടുത്ത് നോക്കാൻ പോയിട്ടുണ്ട് ഒരു റൂം. അത് നോക്കിയിട്ട് അത് സെറ്റാണെങ്കിൽ അവിടെ സ്റ്റേ അടിക്കുക. അല്ലെങ്കിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഇത് പൊക്കാര എന്ന് പറയുന്ന സിറ്റി സ്ഥലമാണ്. സിറ്റി പ്ലേസിൽ അങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചി പോയിട്ടായിരിക്കും ടെൻ്റ് അടിക്കുമോ? ഇല്ല. പൊക്കാരയിലെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊക്കാരയിലെ നൈറ്റ് ലൈഫാണ് സ്പെഷ്യൽ. മനസ്സിലായോ? ഇവിടുത്തെ ടാക്സി വണ്ടികളെ പ്രത്യേക മനസ്സിലായി കനം മോഡിഫിക്കേഷനാണ്. ഇപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ പോണ കട ഇതാണ്. ഈ നേപ്പാളിലെ സ്പെഷ്യൽ സാധനമാണ് ഈ മോമോസ്, ഫേമസ് സാധനം. പിന്നെ ഈ നേപ്പാളി കടകളിലെ എല്ലാ കടയിലും മദ്യം കാണാം. പിന്നെന്താ പറയണേ, എന്താ പറയുമല്ല, ചൗമീൻ. ഇതിനെ പറയാണ് ചൗമീൻ. ഇപ്പൊ ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങളിപ്പോ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറി പോകാൻ പോകുന്നുണ്ട്. നൈക്കിന്റെ ഷോറൂമിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. എന്തിനാന്നാവും. Purple. Okay. 6,000 കൊടുത്തടാ. എടുത്തു കൊടുത്തേ. പെട്ടെന്ന് എടുത്തു കൊടുക്ക്. Tomorrow morning. ബേബി ഡോൾ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ബാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രീ എൻട്രി എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് കയറി നോക്കാൻ പോവാണ്. എന്താ സെറ്റപ്പ് എനിക്കറിയാൻ പാടില്ല. റോഡിൽ നടുക്കുന്ന വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു. ഉറവേ എല്ലാ കടയിലും ഇരിക്കണ ലേസൊക്കെ വിൽക്കണ കടയിലാണ് ഇരിക്കണേ. പൊക്കാറ സിറ്റിയിലാണ് ഒരു സാധനമാണ്. ഇതേപോലത്തെ സെയിം സാധനം നമ്മുടെ കേരളത്തിലെവിടെയല്ലേ. അങ്ങനെ ഞങ്ങൾ പൊക്കാറന്റെ ഹൃദയത്തിലെത്തി. ഇപ്പോഴാണ് എന്താ പൊക്കാറാന്ന് എനിക്ക് മനസ്സിലായത്. വിഷയമാണ് ഇവിടെ. ഇതിവിടെ ചായ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാ. ചായ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോഴാണ് പറയണേ 100 രൂപന്ന്. ഇതൊന്ന് സ്റ്റാർബക്സാ. പൊക്കാറ അടിപൊളിയാണ്, പക്ഷെ ഒറ്റ വിഷയമുള്ളൂ, ഭയങ്കര എക്സ്പെൻസീവ്. ദിസ് ഈസ് പൊക്കാറ, നൈറ്റ് ലൈഫ് ഓഫ് പൊക്കാറ. പിന്നെ മിക്ക കടയിലും ഇങ്ങനത്തെ ഫുഡ്സാണ് കാണാൻ പറ്റുക. കോഴിക്കാല് വറുത്തത്, ചെമ്മീൻ വറുത്തത്, എല്ലാ വറവ് ഐറ്റംസ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇതേപോലത്തെ ഒരു ബാൻഡ് ഉണ്ടാവും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട്. നേപ്പാളിലൊന്ന് പൊക്കാരെന്നൊരു ചായ കുടിക്കാൻ വേണ്ടില്ല, മരണ ഫീല്. സത്യമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചായ കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മര്യാദക്ക് ഒരു ചായ കുടിച്ചിട്ടില്ല. ഇതൊരു കൊച്ചുകൊണ്ടൊന്ന് വിറ്റ ചായയാണിത്, ഒരു കുഞ്ഞു കൊച്ചുകൊണ്ടൊന്ന് വിറ്റ ചായയാണിത്. മരണ ഡിസ്, ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല. ഈ ഒരു ചായ കുടിച്ചപ്പോൾ ഞാൻ എന്തോ ഒരു ഹാപ്പി ആയിരുന്നു. വീഡിയോ വഴി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ചായക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ അപ്പോഴാണ് അറിയണത്. നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് തള്ളിക്കളയണ കുറേ കാര്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ചായയുടെ കേസ് മാത്രമല്ല, എന്തും ആയിക്കോട്ടെ. അത് കയ്യിലിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല, പോകുമ്പോഴേ മനസ്സിലാവും. ഇത് ഇവിടെ കൊണ്ട് തീരണില്ല, ഇനിയാണ് ആരംഭം. ഇത് സൈലന്റ് കില്ല അന്നപൂർണ മൗണ്ടൈനിന്റെ ബേസ് ക്യാമ്പ് വരെ പോകാനാണ് പ്ലാൻ. എത്തോയില്ലെന്ന് അറിയില്ല, കാരണം അവിടുത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 34%. കഞ്ചാവ് തോട്ടം കേരളയില് കുറെ പേര് മരിച്ചിരിക്കും, അങ്ങനത്തെ ഒരു മൗണ്ടൈനാണ് അന്നപൂർണ. ഇനി ഞങ്ങൾ ഈ മല മൊത്തം കേറി ഇറങ്ങിക്കഴിഞ്ഞാൽ